പ്രിയ സഹോദരങ്ങളെ, ജഡീകരും ആത്മീയരുമായി കാഴ്ചപ്പാടുകളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജഡീകൻ കാണുന്നത് പോലെയല്ല ആത്മീയൻ ലോകത്തിലെ പല കാര്യങ്ങളെയും കാണുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യേശു തടാകക്കരയിൽ നിൽക്കുമ്പോൾ പത്രോസിനെ കണ്ടു. എന്നാൽ ചുറ്റുപാടുമുള്ളവരും പത്രോസിനെ കണ്ടു, യേശുവും പത്രോസിനെ കണ്ടു. അവർ രണ്ടുപേരും കണ്ട കാഴ്ചകൾ വ്യത്യാസമാണ്. ചുറ്റുപാടുമുള്ള ജനം പത്രോസിനെ കണ്ടത് ആ നാട്ടിൽ ജനിച്ചു വളർന്ന പ്രഗത്ഭനായ ഒരു മീൻപിടുത്തക്കാരനായിട്ടാണ്. ചുറുചുറുക്കുള്ള, ആരോഗ്യമുള്ള, എന്തിനും മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായി അല്ലെങ്കിൽ ഒരു മധ്യവയസ്കനായി പത്രോസിനെ ജനം കണ്ടു. എന്നാൽ യേശു പത്രോസിനെ നോക്കിയപ്പോൾ യേശു പത്രോസിൽ കണ്ടത് ഒരു മീൻപിടുത്തക്കാരനെയല്ല, മനുഷ്യരെ പിടിക്കുന്നവനെയും ഒരു അപ്പോസ്തലനെയുമാണ് കണ്ടത്. ഈ വ്യത്യാസം വന്നത് തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനാൽ യേശു നിറഞ്ഞപ്പോൾ മറ്റുള്ളവർ നോക്കുന്ന പോലെയല്ല യേശു എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ടത്. പ്രിയരെ, ഇതാണ് ആത്മാവുള്ളവനും ആത്മാവില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. സഭയ്ക്കകത്ത് ആത്മാവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ആത്മാവുള്ളവൻ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടാൽ നമുക്കറിയാം അവൻ ആത്മാവില്ലാത്തവനാണ്. ആത്മാവുള്ളവൻ പറയുന്നത് കേട്ടാൽ നമുക്കറിയാൻ കഴിയും ഇവൻ ആത്മാവുള്ളവനാണ്. അഭിപ്രായങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആത്മാവുള്ളവൻ ആരാണ്, ആത്മാവില്ലാത്തവൻ ആരാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ മറ്റുള്ളവരെ ദൈവം കാണുന്ന പോലെ കാണുവാൻ, നമുക്ക് ആത്മാവിനെ പ്രാപിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.